ചിത്രഭാഗങ്ങളിലെ പിക്സലുകൾ ഇറേസ് ചെയ്തതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഫോട്ടോഷോപ്പിലെ ഇറേസർ ടൂള്. കീബോർഡിൽ ഇ എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടൂള് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതെവിടെ കാണുന്ന ടൂളാണ് ഇറേസർ ടൂൾ. ഇവിടെ ഇതിൽ കാണുന്ന ടൂളാണ് ഇറേസർ ടൂൾ. ഇറേസർ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ബ്രഷിന്റെ പോയിന്റർ പോലെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രഷ് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും പോലെ ഇതും ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ആവാം. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിന് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ, അത് മാഞ്ഞു പോയി. സത്യത്തിൽ മാഞ്ഞു പോയത് ഇവിടെ വെള്ളയാണ്, ഇവിടെയും വെള്ളയായത് കാരണം ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ വെള്ളയായതുകൊണ്ടാണ് ഇവിടെ വെള്ളയാവാൻ കാരണം ബാക്ക്ഗ്രൗണ്ട് കളറിലേക്കാണ് ചിത്രത്തെ മയക്കുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചുവപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ ചുവപ്പ് കളറിലാണ് വരിക. അപ്പോൾ ചുവപ്പ് കളറിലുള്ള ഒരു ബ്രഷ് ഉപയോഗിക്കുന്ന ഇഫക്റ്റ് സത്യത്തിൽ ഇറേസർ ടൂളിന് ലഭിക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിത്രം നിലനിൽക്കുന്ന പോലെ തന്നെ ഒരു ബ്രഷ് ഉപയോഗിക്കുന്ന ഇഫക്റ്റ് മാത്രമേ അതിന് ലഭിക്കുന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ ഈ ചിത്രത്തിന്റെ ഈ ലെയർ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ് തുറന്നു വരിക എന്നറിയാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് ഇതിന്റെ ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ലെയർ ലോക്കല്ല, ലെയർ ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ ആ പിക്സലുകൾ കറക്റ്റ് ആയിട്ട് പോകും. കേട്ടോ, ഇപ്പോൾ നമ്മൾ പിക്സലുകളാണ്, കളർ കംപ്ലീറ്റ് ആണ് എന്താ പറയുക ഇറേസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ആ ഗ്ലാസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ചെക്കേർഡ് ഇഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ചിത്രം നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണെന്ന് അർത്ഥം. ഉണ്ടോ, ഇതാണ് സംഗതി. ഇനി എവിടെയെങ്കിലും നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡിൽ ആൾട്ട് കീ പിടിക്കുക. ആൾട്ട് കീ പിടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ബ്രഷിന്റെ സൈസ് ചെറുതാക്കുകയും വലുതാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് കട്ടിങ് കറക്റ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്യുന്നതിന് ഒരിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ വിവിധ മോഡുകളിൽ ബ്രഷ് മോഡ്, പെൻസിൽ മോഡ്, ബ്ലോക്ക് മോഡ്, അങ്ങനെ പല മോഡുകളിൽ കട്ട് ചെയ്യാം. നോർമലി ബ്രഷ് മോഡിലാണ്. പെൻസിൽ മോഡിലാവുമ്പോൾ സ്മൂത്ത്നെസ് ഉണ്ടാവില്ല, വളരെ ഷാർപ്പായിട്ടുള്ള കട്ടിങ് ആയിരിക്കും. പിന്നെ ബ്ലോക്ക് മോഡിലാണെങ്കിൽ ഒരു കട്ട പോലെയുള്ള ഒരു സംഗതിയാണ് ഉണ്ടായിരിക്കുക. ആ നിലയ്ക്കാണ് കട്ടിങ് ആവുക. ബാക്കിയെല്ലാം കറക്റ്റ് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യും. തെറ്റിക്കഴിഞ്ഞാൽ ഇറേസിൽ പിന്നിലേക്ക് തിരിച്ചു പോകുന്നതിന് ഇറേസ് ടു ഹിസ്റ്ററി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ആൾട്ട് കീ പ്രസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ തന്നെ നമുക്കത് പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ വലിപ്പം കൊടുത്ത് കണ്ടാവും പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അതാണ് ഇറേസ് ടു ഹിസ്റ്ററി എന്ന ഭാഗം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒപ്പാസിറ്റി, എത്ര ഒപ്പാസിറ്റിയിൽ കട്ട് ചെയ്ത് പോകണം എന്നുള്ളതും നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ഒപ്പാസിറ്റി ഇപ്പോൾ നമ്മൾ ഇറേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ ഈ ഇറേസ് ടു ഹിസ്റ്ററി കണ്ടാവും മുഴുവനായിട്ട് പോവുകയാണ്, 100% ഒപ്പാസിറ്റിയാണ് കാണുന്നത്. എന്നാൽ ഒപ്പാസിറ്റി കുറച്ചൊരു പകുതിയായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇറേസ് ചെയ്യുമ്പോൾ പകുതി അവിടെ നിലനിൽക്കും, പകുതി പോകും. ഒരു തവണ കൂടി ഇങ്ങനെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോവും. എന്നാൽ അതിന്റെ ഒപ്പാസിറ്റി എപ്പോഴും അതിൽ ഇപ്പം നിലവിലുള്ളതിന്റെ പകുതി എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണാം. ചിത്രത്തിന്റെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇറേസ് ടു ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കീബോർഡിൽ F12 പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ ഫയൽ മെനുവിൽ നിന്നും റിവർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട F12 എന്ന് എഴുതിക്കുന്നുണ്ടല്ലോ, F12 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും.